തളിക്കുളം ഗ്രാമപഞ്ചായത്ത് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് പൊതുജന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ സാൻജോ ജോസ്വി കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുത്തു. എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സൊസൈറ്റി ഡയറക്ടർ പ്രീതി S ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര അബ്ദുൽ നാസർ, വാർഡ് മെമ്പർ ഷാജി ആലുങ്ങൽ, ICDS സൂപ്പർവൈസർ സിനി KS, സ്വാതി, പ്രജിത്ത്, അംഗൻവാടി അധ്യാപകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രകൃതി വെറുതെ നശിച്ചു പോകുന്നതല്ല. പ്രകൃതിയിലുണ്ടാക്കുന്ന മനുഷ്യരുണ്ടാക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ചാണ് പ്രകൃതിയിലും കാലാവസ്ഥയിലും മറ്റും വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതൊരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഉണ്ടാകുന്നതല്ല. മാറ്റങ്ങളൊക്കെ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി, അങ്ങനെയൊക്കെ വലിയ വലിയ സമയമെടുത്തുകൊണ്ടാണ് അത്തരം മാറ്റങ്ങൾ നമ്മൾ കാണുന്നത്. ഒന്നും വേണ്ട, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ കണ്ട രണ്ട് പ്രകൃതി ദുരന്തങ്ങളെന്ന് നമുക്ക് പറയാം. അതൊന്നും വേണ്ട, പ്രളയം നമ്മൾ കണ്ടു അല്ലെ. ജീവിതത്തിൽ ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പ്രായമായിട്ടുള്ള അധ്യാപകരടക്കം, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പ്രായമായിട്ടുള്ള ഹെൽപ്പർമാരടക്കം നിങ്ങൾ ചിന്തിച്ചു നോക്കാം. നിങ്ങൾ ഈ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു പ്രളയം കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലേ, നമ്മളൊരാളും കണ്ടിട്ടില്ല. അത് പ്രളയം വന്നത് വെറുതെ അങ്ങനെ വന്നതാണോ? കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു മാറ്റത്തിന്റെ വിധേയമായിട്ട് തന്നെയാണ് നമ്മുടെ പ്രദേശത്ത് ഈ പ്രളയം ഉണ്ടായിട്ടുള്ളത്. നമുക്കിന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ലോകത്തുണ്ടാകുന്ന പ്രളയമാണെന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള ദുരന്തങ്ങളാണെങ്കിലും യുദ്ധങ്ങളല്ലാതെ പറയുന്നത് അത് മനുഷ്യരുണ്ടാക്കിയെടുക്കുന്നതാണ്. ഞാൻ പറയുന്നത് പ്രകൃതിയിലുണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങളെല്ലാം തന്നെ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതൊക്കെ ഈ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് കാലാവസ്ഥ ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. കാലാവസ്ഥ വ്യതിയാനത്തിന് മൂലമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഹരിതഗ്രഹ വാതകങ്ങൾ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവായിരിക്കും. ഹരിതഗ്രഹ വാതകങ്ങളായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, മീത്തേന്, പിന്നെ നൈട്രസ് ഓക്സൈഡ്, അങ്ങനെ കുറച്ച് ഗ്യാസുകളാണ് ഈ ഹരിതഗ്രഹ വാതകങ്ങൾ നമ്മൾ പേരിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഹരിതഗ്രഹ വാതകങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? സൂര്യപ്രകാശം വരുന്നുണ്ട്. സൂര്യപ്രകാശത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ചൂടും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മുടെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ചൂടാവുന്നുണ്ട്. കടലുകൾ ചൂടാവുന്നുണ്ട്, പുഴകൾ ചൂടാവുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഭൂമി ചൂടായിട്ട് നിൽക്കുമ്പം ഈ ഏതൊരു വസ്തുവും ചൂടായിട്ട് നിൽക്കുവാണെങ്കിൽ അതിൽ നിന്ന് ചൂട് എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. ഇപ്പൊ നമ്മളിപ്പോൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന ഒരു കലത്തിനോട് കൈ മുട്ടിക്കേണ്ട ആവശ്യമില്ല, ചേർത്ത് വെച്ചാൽ നമുക്ക് ചൂട് അനുഭവപ്പെടും. അപ്പൊ ഏത് ചൂടായ വസ്തു എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചും ചൂട് പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ഭൂമി കുറെ ചൂട് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പൊ അങ്ങനെ പുറത്തേക്ക് പോകുന്ന ചൂട് എന്ത് ചെയ്യണം? നമ്മുടെ അന്തരീക്ഷത്തിലൂടെ ശൂന്യാകാശത്തിലേക്ക് പോകണമായിരുന്നു. പക്ഷെ ഈ ഹരിതഗ്രഹവാതകം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ ഹരിതഗ്രഹവാതകങ്ങൾ പുറത്തേക്ക് പോകുന്ന ചൂടിനെ പിടിച്ചെടുത്തുകൊണ്ട് വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചയക്കും.